പഠന കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാനുകൾ? നല്ല സപ്പോർട്ടീവാണ് ടീച്ചേഴ്സ്. എങ്ങനെയാണ് നിങ്ങൾ പിന്നെ ഓണ്ടർപ്രൂണറാണ്, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനിടയ്ക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് പഠന കാര്യങ്ങളൊക്കെ? അങ്ങനെ ചെയ്യുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? നമ്മൾ കണ്ടെത്തി തന്നെ വേണം. നമുക്ക് ടൈം ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ. വീട്ടിലെ ജോലി എല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കറിയില്ല, ഞാൻ അത്രയും ഇതായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ സന്തോഷത്തിലാണ് ആ ഒരു കാര്യത്തിൽ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ടീച്ചേഴ്സ് എപ്പോഴും കൂടെ ഉണ്ട്. കരീം സാറാണെങ്കിലും മൻസൂർ സാറാണെങ്കിലും ഇവരൊക്കെ എപ്പോഴും മെസ്സേജ് ചെയ്തിട്ടും പഠിക്കണം കേട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം വർക്കാണെങ്കിൽ പോലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ക്ലാസ്സിന് പുറമെ ഇപ്പോൾ എക്സാമിൻ്റെ സമയത്ത് റിവിഷൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് സെഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടാറുണ്ടോ? ഉണ്ട്. എക്സാമിന് നമുക്ക് റിവിഷൻ ക്ലാസ് വെച്ച് തരാറുണ്ട് ടീച്ചേഴ്സ്. എന്താ പറയുക, നമ്മൾ രാത്രി നേരം വെളുക്കോളം പരീക്ഷാ ദിവസങ്ങളിൽ തലേദിവസമൊക്കെ ഇരുന്നാൽ പോലും അവർ കൂടെ ഉണ്ടാവാറുണ്ട്. നമ്മൾ എത്ര ടൈം ഇരുന്ന് അവരെടുത്ത് ചോദിച്ചാലും അവർ ഓക്കെയാണ്, അവർ സപ്പോർട്ടായിട്ട് നിൽക്കാറുണ്ട്.